ഇനിയിപ്പോൾ ഗ്രൂപ്പ് ബിയിലെ മത്സര ഫലങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഗ്രൂപ്പ് ബിയിൽ മത്സരങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇന്നിപ്പോൾ മൂന്നാം മത്സരത്തിൽ സ്വിറ്റ്സർലൻഡും ബോസ്നിയയും ജയിച്ചു. 1-2 ഗോളുകൾക്ക് സ്വിറ്റ്സർലൻഡ് കാനഡയെ പരാജയപ്പെടുത്തി. 1-3 ഗോളുകൾക്കാണ് ബോസ്നിയ ഖത്തറിനെ തോൽപ്പിച്ചത്. ഇന്നത്തെ ജയത്തോടെ ബോസ്നിയ നോക്കൌട്ട് റൗണ്ടിലേക്കുള്ള സാധ്യത നിലനിർത്തി. ലോകകപ്പ് ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. ആതിഥേയരായ കാനഡയെ പരാജയപ്പെടുത്തിയാണ് സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പിലെ അധിപന്മാരായത്. മത്സരത്തിൽ റൂബൻ വർഗാസ്, യുഹാൻ മൻസാംബി എന്നിവരാണ് സ്വിറ്റ്സർലൻഡിനായി ഗോളുകൾ നേടിയത്. കാനഡയ്ക്കായി ഇമ്മാനുവൽ ഡേവിഡ് ആശ്വാസ ഗോൾ നേടി. തോൽവിയോടെ സ്വന്തം നാട്ടിൽ 2ാം റൗണ്ട് കളിക്കാമെന്ന കനേഡിയൻ മോഹം ഇല്ലാതായി. ഗ്രൂപ്പ് ബിയിലെ 1ാം സ്ഥാനക്കാർക്കാണ് റൗണ്ട് ഓഫ് 32-ൽ കാനഡയിൽ കളിക്കാൻ അവസരം. മറ്റൊരു മത്സരത്തിൽ ഖത്തറിനെ തോൽപ്പിച്ച് ബോസ്നിയ 2ാം റൗണ്ട് സാധ്യത നിലനിർത്തി. ഖത്തറുമായി നടന്ന മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് ബോസ്നിയയുടെ ജയം. കരീം അലാജ് ബെഗോവിച്ച്, എർമിൻ മേമിച്ച് എന്നിവർ ബോസ്നിയക്കായി ഗോളുകൾ നേടി. ഖത്തർ താരം സുൽത്താൻ അൽ ബ്രേക്കിന്റെ ഓൺ ഗോൾ ടീമിന്റെ തോൽവിയുടെ ആഘാതം കൂട്ടി. ഖത്തറിനായി ഹസൻ അൽ ഹൈദോസാണ് ഗോൾ നേടിയത്. ഖത്തറിലെ മലയാളി താരം തഹസീൻ മുഹമ്മദ് 3ാം മത്സരത്തിലും കളത്തിലിറങ്ങിയില്ല. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. അങ്ങനെയാണ് ഹരി. ഇതിലിപ്പോൾ ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലൻഡ്, ഒപ്പം തന്നെ കാനഡ അവര് ഓൾറെഡി ക്വാളിഫൈ ആയി. ബോസ്നിയ അവിടെ ഈ മത്സരത്തിലെ ജയത്തോടെ സാധ്യത നിലനിർത്തി. ബെസ്റ്റ് 3-ൽ ഒരാളായിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അവർക്കൊരു 4 പോയിന്റ് ഉണ്ട്. 4 പോയിന്റ് ഉള്ളവരൊക്കെ റൗണ്ടിലേക്ക് പോകാൻ സാധ്യത നമ്മൾ കാണാം. ഖത്തർ പുറത്തായിട്ടുണ്ട്. ഖത്തർ ഓൾറെഡി ഖത്തറിന് നിർണായക മത്സരമായിരുന്നു, പക്ഷേ ഖത്തറിന് ജയിക്കാൻ കഴിഞ്ഞില്ല. ആ മത്സരത്തിൽ ആര് ജയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ സാധ്യത. ബോസ്നിയക്ക് 4 പോയിന്റ് ആയതുകൊണ്ട് കുറച്ചധികം സാധ്യത. ഏറ്റവും വിഷമം തഹസീന് കളിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചു, 3 മത്സരങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഒരു മത്സരത്തിൽ 1 മിനിറ്റ് പോലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മലയാളികളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അതെന്തായാലും ഈ ലോകകപ്പിൽ നടന്നില്ല എന്നുള്ളതാണ്. ചെറിയ പ്രായമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത ലോകകപ്പിലും തഹസീൻ ഖത്തർ ടീമിനൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, അതെന്തായാലും തഹസീന് അവസരം ലഭിച്ചില്ല എന്നുള്ളതിന്റെ നിരാശ അവിടുത്തെ നാട്ടുകാർക്കുണ്ട്, അവരുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. ബോസ്നിയ ഹെർസിഗോവിനക്കെതിരായ ഖത്തർ ടീമിൽ തഹസീൻ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. 3 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഖത്തർ ലോകകപ്പിൽ നിന്ന് നേരത്തെ പുറത്തായി. എന്തായാലും ഹരി പറഞ്ഞതുപോലെ അടുത്ത ലോകകപ്പിൽ നമുക്ക് തഹസീനെ കാണാൻ ഇടവരട്ടെ.